തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം പിന്തുണ തേടിയെന്ന് വെളിപ്പെടുത്തി SDPI. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടുവെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ് പറഞ്ഞു. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. SDPI മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. SDPI വോട്ടുകൾ മതേതരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പേങ്ങരയിൽ LDF സ്ഥാനാർത്ഥി സബാഹ് ഉൾപ്പെടെ ഇത്തവണ പിന്തുണ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ തവണ താനൂരിൽ V. അബ്ദുറഹ്മാനെ പിന്തുണച്ചു. ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് SDPI പറഞ്ഞു. മതേതര വോട്ട് എന്ന് വെച്ചാൽ SDPI മത്സരിക്കുന്നത് കൊണ്ട് SDPI നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വോട്ടുകൾ അത് മതേതര വോട്ടുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ആ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അവിടെ ലീഗ് തോൽക്കുന്നതാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, മതേതര വോട്ടുകൾ എന്ന ആ ഒരു പദപ്രയോഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. SDPIയുടെ മതേതരത്തെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പല ദൂതന്മാരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അല്ല, അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലും നമ്മൾ കയറി അങ്ങനെ പിന്തുണക്കുമെന്നൊരു മാൻഡേറ്റ് ഒന്നുമില്ല. താനൂരിന്റെ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ അബ്ദുറഹ്മാനെ പിന്തുണച്ചു, വോട്ട് ചെയ്തു. അത് ശരിയാണ്. അദ്ദേഹത്തിന് കുറച്ച് ഒരു നാക്കുപോയി സംഭവിച്ചു, നമ്മളത് പറഞ്ഞപ്പോൾ അതിന് തിരുത്തുകയും ചെയ്തു. അതിന് നമുക്ക് സന്തോഷമാണ്. സബാഹ് എന്നല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നമ്മളോട് പിന്നെ അതാത് മണ്ഡലങ്ങളിലൊക്കെ ചോദിച്ച് വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി അല്ല, അത് ചോദിക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. അത് പ്രത്യേകിച്ചും സഭാവൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചോദിക്കുന്നതിന് ഒരു ബാരിക്കേഡും ഇല്ലല്ലോ. കാരണം സ്വതന്ത്രനാണ്, അദ്ദേഹത്തെ എല്ലാവരുടെയും വോട്ട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഈ SDPI സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം വരുന്നത് മഞ്ചേശ്വരത്താണ്. അവിടെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊന്നും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. SDPI അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചിരുന്നത് കോൺഗ്രസിനാണ്. അവിടെ സ്ഥാനാർത്ഥി നടത്തുന്നത് സുരേന്ദ്രനെ ജയിപ്പിക്കാനാണ് എന്ന ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം SDPI നേതൃത്വം നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, SDPI മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. നേരത്തെ തന്നെ UDF ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പാണക്കാട് നിന്നും അത്തരത്തിലൊരു ആവശ്യമായിട്ട് നേതൃത്വം സമീപിച്ചുവെന്നും SDPI നേതാക്കൾ വ്യക്തമാക്കുമ്പോൾ മതേതര വോട്ടുകളാണ് SDPIയുടെ എന്ന് അവർ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്ന കാര്യം, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്ന് തന്നെയാണ് SDPIയുടെ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം ഏറെ വൈകാതെ തന്നെ വരും. കാര്യം നാളെത്തോടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് UDF-ന് അനുകൂലമായ ഒരു സമീപനം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് SDPIയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയാനാകുന്നത്. ഒരു തരത്തിൽ UDF-നെ സമ്മർദ്ദപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് വേണം കരുതുവാൻ. അതേസമയം പലയിടങ്ങളിലും SDPIയുടെ പിന്തുണ LDF-നും UDF-നുമായിട്ട് ഭിന്നിച്ചു പോകുന്നുണ്ട്. ചരിത്രവും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ വേങ്ങരയിൽ LDF സ്വന്തമായി മത്സരിക്കുന്ന സബാഹ് അദ്ദേഹം പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അദ്ദേഹം SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം SDPIയുടെ കൂടി സ്വതന്ത്രമായിട്ട് അദ്ദേഹം മത്സരിച്ചത്. അത് ചരിത്രമാണ്. ഇത്തവണയും അദ്ദേഹം അത്തരത്തിലൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് പരിഗണനയിലാണെന്ന് സൂചിപ്പിക്കുമ്പോൾ V. അബ്ദുറഹ്മാനെ കഴിഞ്ഞ തവണ പിന്തുണച്ചതുപോലെ ഇത്തവണ പിന്തുണയ്ക്കില്ല എന്ന സൂചനയും തരുന്നുണ്ട്. അതായത് ഓരോ മണ്ഡലങ്ങളിലെ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാൻ അതത് കമ്മിറ്റികൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയസാധ്യത ഉള്ള, അതായത് BJPക്ക് വിജയസാധ്യതയുള്ള ഇടത്ത് UDF-നൊപ്പം ചേർന്ന് നിൽക്കുക, അതുതന്നെയാണ് SDPIയുടെ ഇപ്പോഴത്തെ നീക്കം, ആലോചന എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ. അത്തരത്തിൽ UDF-മായി മഞ്ചേശ്വരത്ത് SDPI ധാരണയിലെത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. അതാണ് സാഹചര്യം. ഇപ്പോൾ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.